ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തുള്ളി എണ്ണയോ നെയ്യോ ചേർക്കാതെ അവലും ശർക്കരയും കടലയും കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ശർക്കര പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ഇത് നൂൽപ്പരുവൊന്നും ആവണമെന്നില്ല കേട്ടോ, ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ ശർക്കര നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടല, അതായത് പീനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കടല ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഞാനിവിടെ വറക്കാത്ത കടലയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വറുത്ത കടലയാണ് എടുക്കുന്നതെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് കടല തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് വേറെ ഏതെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. കാഷ്യൂ നട്ട്സോ ബദാമോ അതുപോലത്തെ നട്ട്സൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ കടല നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഈ സെയിം പാനിലേക്ക് 1 കപ്പ് അവലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ വെളുത്ത നല്ല തിന്നായിട്ടുള്ള അവലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് ബ്രൗൺ കളറിലുള്ള അവലാണെങ്കിൽ അതും എടുക്കാം കേട്ടോ, ഏത് അവലായാലും കുഴപ്പമില്ല. ഇനി ഈ അവൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അവൽ പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ അവലൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ 1 കപ്പിൽ തന്നെയാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. തേങ്ങയുടെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ തേങ്ങയും നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. തേങ്ങയുടെ കളർ മാറൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇപ്പോൾ ഈ അവൽ നന്നായിട്ട് റോസ്റ്റായിട്ട് നല്ല ക്രിസ്പി ആയി കിട്ടിയിട്ടുമുണ്ട്. തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ട് നല്ല പോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുമുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുത്ത് ഈ അവലും തേങ്ങയും മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇത് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ക്രിസ്പി ആയി കിട്ടിയാലേ നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ കടലയൊക്കെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ കടല കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ തൊലിയൊക്കെ പോയി കിട്ടും. ഞാൻ ഈ കടല നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്ട്രെയിനറിലേക്ക് ഈ കടല ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ ഈ കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇത് കണ്ടോ, കടലയുടെ തൊലിയൊക്കെ നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കടല ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇനി ഈ കടല മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ചെറിയ തരിയോട് കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇത് ഒരുപാട് സമയമിട്ടിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കരുത് കേട്ടോ, നിർത്തിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ദാ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഒത്തിരി സമയം ഈ കടല മിക്സിയിലിട്ട് കറക്കിയെടുത്താൽ ഈ കടലയിലെ എണ്ണയൊക്കെ ഇറങ്ങി വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നിർത്തി പൊടിച്ചെടുക്കണം എന്ന് പറഞ്ഞത്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ചെറിയ തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ ഈ കടല പൊടിച്ചെടുക്കാൻ. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും അവലും റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക.
പൊടിച്ചെടുത്താൽ ഈ ഒരു ക്വാണ്ടിറ്റിയേ ഇതുണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ കടലയും അവലൊക്കെ വറുത്തെടുത്ത സെയിം പാൻ ഞാൻ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ ശർക്കരയിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാകും, അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അവൽ ഈ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് മിക്സായി വന്നാൽ പിന്നെ നമ്മൾ പൊടിച്ചെടുത്ത കടല മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഈ ശർക്കരപ്പാനിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇതിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ തീ കൂട്ടി വെക്കരുത് കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മളിതിങ്ങനെ മിക്സാക്കി എടുക്കും തോറും ഇത് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും ചുക്കുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇത് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടലയുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ സീഡ്സ് കഴിക്കുമ്പോൾ കടല ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തത്. കടലക്ക് പകരം നിങ്ങൾക്ക് ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം, ബദാം ചേർത്ത് കൊടുക്കാം, അതുപോലെ കിസ്മിസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മളിതിലേക്ക് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഇത് ചൂടായി വരും തോറും ഈ കടലയിലും തേങ്ങയിലുമുള്ള എണ്ണ താനെ പുറത്തേക്ക് ഇറങ്ങി വരും. അതന്നെ മതി, ഇതിൽ വേറെ നെയ്യോ എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് നല്ലതുപോലെ എണ്ണ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഡ്രൈ ആയി വന്നാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലത്തെ ഒരു അടപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഈ അടപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അടപ്പിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കയ്യിലേക്ക് കൊട്ടി കൊടുത്താൽ ഈ അടപ്പിൽ നിന്നും ഇത് പെട്ടെന്ന് ഇളകി കിട്ടും. ഈ അടപ്പിൽ പ്രത്യേകിച്ച് എണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ അടപ്പിൽ നിന്നും ഇത് പെട്ടെന്ന് ഇളകിപ്പോരും. ഇതുപോലെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെയൊക്കെ ഷേപ്പ് ചെയ്തെടുത്താൽ കാണാനും ഒരു ഭംഗിയുണ്ടാവും, കുട്ടികൾക്ക് ഇതൊരു വെറൈറ്റി ആയി തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. നിങ്ങൾക്കിത് ലഡുവിൻ്റെ ഷേപ്പിലും ആക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് ഏത് ഷേപ്പിലാണോ ആക്കിയെടുക്കാൻ ഇഷ്ടമുള്ള വെച്ചാൽ ആ ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് കടയിൽ നിന്നും സീഡ്സ് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളിതിൽ നട്ട്സൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല പ്രോട്ടീനും കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഞാൻ ഈ അടപ്പിൽ 12 എണ്ണമാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് you.